ഹായ് ഹലോ, എല്ലാവർക്കും പ്രിറ്റി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഹെഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ കുഞ്ഞുവാവയുടെ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന തുണിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിന് വെച്ചിട്ട് മാച്ചിങ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെഡ് ബോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് വീതിക്ക് ഒരു നീളത്തിനുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ അറ്റത്തായിട്ട്, അതായത് ചെറുതായിട്ട് നമുക്കൊരു ഡോറി പോലെ കിട്ടണം. നമ്മൾ ഈ ഡ്രസ്സിനൊക്കെ ബാക്കിൽ ഡോറി വയ്ക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് തിന്നായിട്ടുള്ള ഡോറിക്ക് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മളിതാ ചെറിയൊരു ഹോൾ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതിങ്ങനെ അറ്റത്തൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്കിപ്പോൾ ലെങ്ത് നമുക്ക് കുറച്ച് നീളത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിത് അങ്ങനെ അത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു കെട്ടിട്ട് നിർത്തുക. ഇത് കണ്ടോ, ഇത്ര വീതിക്കാണ് നമുക്ക് കിട്ടാനുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു 1/4 ഇഞ്ച് പോലും വേണ്ട, അത്രയും വീതിക്ക് അത്രയും ഗ്യാപ്പിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം കുറച്ച് ഭാഗം വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി എക്സ്ട്രാ ഉള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ എക്സ്ട്രാ ക്ലോത്ത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണേ. നമുക്ക് നമ്മുടെ ഔചിത്യത്തിനനുസരിച്ച്, നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോറി നമ്മൾ തിരിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ, ആ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലൊരു സൂചി നൂലും എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു നോട്ട് പോലെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ്. 2 നോട്ട് അത്ര മതി. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് 2 നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൂചി ആ ഹോളിനകത്തേക്ക് കയറ്റി, ഇവിടുന്ന് ഈ അറ്റത്തു നിന്ന് കയറ്റി നമ്മൾ ആ സൂചി നീക്കി നമ്മൾ അപ്പുറത്തെ വശത്ത് കൊണ്ടുവരികയാണ് ചെയ്യണത്. നമ്മൾ സാധാരണ ഈ പാൻറ്റിനൊക്കെ നമ്മൾ ആ വള്ളി കോർക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പിന്ന് വെച്ചിട്ട് കോർത്തെടുക്കാറില്ലേ, അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ചെയ്യണേ. സൂചി നൂല് നമ്മളിവിടെ തയ്ച്ച് വെച്ചിട്ട് ഈ സൂചി അങ്ങനെ ബാക്ക് വശം തിരിച്ച് നമ്മൾ ഈ ഹോളിനകത്തൂടെ അങ്ങകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ കുട്ടി വന്ന് കറങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ഓരോ സാധനങ്ങളായിട്ട് വന്ന് എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഓരോന്നോരോന്നായിട്ട് വന്ന് എടുത്തിട്ട് പോകും. അതാണ് ആളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളിത് ഇതുപോലെ സൂചി നമ്മൾ കയറ്റി ഈ വശത്തു നിന്ന് കയറ്റി നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് നൂലെടുക്കണേ. നമ്മൾ ഈ സൂചിയിൽ കോർത്തെടുക്കുന്ന നൂല് കുറച്ച് നീളത്തിനെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിതാ സൂചി കോർത്ത് ഇപ്പുറത്തെ വശത്ത് എത്തുകയാണ്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ചുരിദാറിനൊക്കെ അല്ലെങ്കിൽ ബ്ലൗസിനൊക്കെ നമുക്ക് ബാക്കിൽ ഡോറി വെക്കില്ലേ, കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കെട്ട് അല്ലേ നമ്മളിപ്പോൾ ട്രെൻഡ്, അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ എന്തെങ്കിലും ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കഴുത്തിൽ ബാക്ക് നെക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസൈനിങ്ങൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാച്ച് വർക്കൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഡോറീസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ സൂചി ഇപ്പുറത്തെ വശത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് ഉറപ്പുള്ള ഭാഗത്തേക്ക് ഈ നൂല് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ ഇപ്പുറത്തെ വശത്ത് എടുത്ത നൂലുണ്ടല്ലോ, അത് നമ്മളൊരു
ബലത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇപ്പുറത്തെ അറ്റത്ത് നിന്ന് തുണി ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഭയങ്കര സിമ്പിളാണ്. ഇതിന് കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരുപാട് ബലത്തിൽ വലിച്ച് പിടിക്കുകയൊന്നും ചെയ്യരുത്, നൂല് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പതുക്കെ നൂലിങ്ങനെ ഇളക്കി ഇവിടെ ഫസ്റ്റ് പ്രാവശ്യം ഇത് പുറത്തേക്ക് വരാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് പൊക്കോളും. ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ആ തുണി ഇങ്ങനെ വലിച്ച് കൊടുക്കുക. ഇത് കുറച്ച് ക്ഷമയോടെ ചെയ്യണം. ഭയങ്കര വെപ്രാളപ്പെട്ട് പെട്ടെന്ന് വലിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ ഇങ്ങനെ വലിച്ച് ഇപ്പുറത്തുണ്ടായിരുന്ന ഭാഗം കണ്ടോ, ആ തുണിക്കകത്തൂടെ, ആ ഹോളിനകത്തൂടെ ഇപ്പുറത്തെ വശത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് വലിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ വലിച്ച് ഇപ്പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോറി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നമ്മൾ കുറച്ച് ക്ഷമയോടെ ചെയ്യണം എന്നേ ഉള്ളൂ. നമ്മൾ വെപ്രാളം കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പൊട്ടിപ്പോവും. നൂലത്ര ബലമില്ല, നൂലവിടെ നമ്മൾ കൊരുത്തിട്ടൊക്കെയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ നൂല് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കത് ഇതുപോലെ തിന്നായിട്ടുള്ളൊരു ഡോറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ സാധാരണ 5 രൂപ 10 രൂപ ആ റേറ്റിനൊക്കെ 5 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബോ ഉണ്ടല്ലോ, ഇതുപോലത്തെ കമ്പി വളഞ്ഞിട്ടുള്ള ബോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ഡോരിക്കകത്തൂടെ ഈ ബോയെ നമുക്ക് കയറ്റിയെടുക്കാം. അങ്ങനെ സിമ്പിളായിട്ട് കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും ചെറിയ ഡോറി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ബോ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോറിയുടെ വലിപ്പം കൂട്ടുക. ഈ സൈഡിൽ നമ്മൾ കയറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനൊരു ബോ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ 35 രൂപയാണ് സ്റ്റാർട്ടിങ്. 35, 40, 45 അതിൻ്റെ ഓരോരോ ബോയ്ക്ക് അനുസരിച്ച് റേറ്റ് കൂടും. ഇതിപ്പോൾ നമുക്ക് 5 രൂപയുടെ ഒരു ബോ വീട്ടിൽ നമ്മൾ അല്ലാതെ ഇതുപോലൊരു ബോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഡിസൈനിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിതാ അത് ഫുൾ അതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ടേ. ഇനി നമ്മൾ ഈ അറ്റത്ത് കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പോൾ നമ്മൾ അതിനൊരു കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ബാക്കി വരുന്ന ഭാഗം, എക്സസൈസായിട്ട് വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കുക, തയ്ച്ച് കൊടുക്കുക. സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ക്ലോത്താണ് എടുക്കുന്നത് ആ ക്ലോത്തിൽ ഇതേ ഷേപ്പിൽ ഞാൻ 2 തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 തുണിയുണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 2 പീസ് ഉണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഏത് ഡിസൈനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു റൗണ്ട് ഷേപ്പിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ 2 അറ്റവും ആ റാ പോലെ ഇരിക്കുന്ന 2 ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് തയ്യൽ തുമ്പ് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ. നടുവിലത്തെ പോർഷൻ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല.
ഇത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ മാറ്റിയിട്ട് ഈ അറ്റത്തു നിന്ന് തുടങ്ങി അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് വന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്തത് മാത്രമല്ല, നമ്മളെന്തത് ഇപ്പുറത്തെ സൈഡിലായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. നല്ല വശം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഷർട്ടൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇതുപോലെ കട്ടി കുറഞ്ഞൊരു സ്പോഞ്ച് കിട്ടില്ലേ? നമ്മൾ മിക്കവാറും ഷർട്ടുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇതുപോലെ ഒരു സ്പോഞ്ച് കിട്ടും. അതൊക്കെ നമ്മൾ സാധാരണ എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സ്പോഞ്ച് എടുക്കുക. എന്നിട്ട് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ അതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൊരു സ്പോഞ്ചാണിത്. അതിന് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷേപ്പ്, നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത ഷേപ്പില്ലേ, ആ ഷേപ്പിൽ ഈ സ്പോഞ്ചും മുറിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അതേ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് പുറത്തൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കേണ്ടി വരും. എങ്ങനെയാണോ നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡിലേക്കും സ്പോഞ്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നടുക്ക് നമ്മൾ കുറച്ച് പോർഷൻ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മുടെ ആ നടുക്കത്തെ ആ മിഡിൽ പോർഷൻ നമ്മൾ രണ്ട് സൈഡ് വിട്ടിരുന്നതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അതിന് ഇപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മുകളിൽ വരുന്ന ആ ബോ ഭാഗം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ, അതായത് റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ ലോക്ക് കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് സൈഡും മിഡിൽ പോർഷൻ എൻഡ് ആവുന്ന രണ്ട് സൈഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ
നമ്മൾ വച്ച സ്പോഞ്ച് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വരാതെ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വശത്തും അറ്റത്തായിട്ട് രണ്ട് ഓപ്പണിങ്ങും തുടങ്ങുന്നതിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അകത്ത് സ്പോഞ്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഓവറായി പോകരുത്, വെയിറ്റ് കൊണ്ട് ഇത് പൊങ്ങിയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിഞ്ഞിരിക്കത്തക്ക രീതിയിൽ നമ്മൾ സ്പോഞ്ച് കൊടുത്താൽ മതി. ഒരുപാട് സ്പോഞ്ച് നമ്മൾ തള്ളി വയ്ക്കരുത്, അതിനകത്തേക്ക് കയറ്റി വയ്ക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബോ എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തച്ചെടുത്ത ഈ ബോയുടെ ആ സ്പോഞ്ചിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വന്നോളും. നന്നായിട്ട് വലിച്ചു കൊടുക്കുക. സ്റ്റിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്തൊക്കെ വിട്ടുപോരും. നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് വലിച്ച് നല്ല ഷേപ്പിന്, നമ്മൾ കറക്റ്റ് ഷേപ്പിന് തന്നെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി ബോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോക്കൊക്കെ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ബോയും കൂടെ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു 5 രൂപയുടെ മറ്റേ കമ്പി ബോ വാങ്ങുന്ന ആ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് സമയവും കൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ എന്തെങ്കിലും ഡിസൈനോ എംബ്രോയ്ഡറിയോ സ്റ്റോൺ വർക്കോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മൾ ആ വെട്ടിയെടുക്കുന്ന അതനുസരിച്ചിരിക്കും നമ്മുടെ ബോയുടെ ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ബോ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.